ആകാശവാണി വാർത്താവീക്ഷണം. വേവ്സ് ഉച്ചകോടി 2025 ആഗോള മാധ്യമ വിനോദ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ബിന്ദു വിനോദ്. ആധുനിക കാലത്തെ ഉൽപാദന മാതൃകകളിൽ അറിവ്, പാരമ്പര്യം, വൈദഗ്ധ്യം, സർഗാത്മകത, കഴിവ് എന്നിവയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ആധുനിക സർഗാത്മകതയുടെയും സംഗമഭൂമിയാണ് ഭാരതം. ആഗോള സർഗാത്മക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 ആതിഥേയത്വം വഹിക്കാൻ മുംബൈ ഒരുങ്ങുകയാണ്. ഇതിനായി മാധ്യമ വിനോദ വ്യവസായ രംഗത്തെ അധികായരും ലോകമെമ്പാടുമുള്ള സർഗാത്മക പ്രതിഭകളും മെയ് 1 മുതൽ 4 വരെ ഇന്ത്യയിൽ ഒത്തുചേരുന്നു. രാജ്യാന്തര മാധ്യമ വിനോദ രംഗവുമായി പങ്കാളിത്തം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യൻ വിനോദ മേഖലയെ വികസിപ്പിക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. ആധികാരിക കഥകൾക്കും നൂതനമായ വിനോദത്തിനും വേണ്ടി വെമ്പൽ കൊള്ളുന്ന നിലവിലെ ലോക സാഹചര്യത്തിൽ ആഗോള മാധ്യമ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിനും സിനിമയുടെ ക്ഷേത്രഭൂമിയായ കാനിനും സമാനമായി മാധ്യമ വിനോദ മേഖലകൾക്കായുള്ള ആദ്യത്തെ ആഗോള ഒത്തുചേരലായി ഈ മഹാസമ്മേളനം മാറും. വിനോദ കലാവൈഭവത്തിന്റെ സംഗമം. പുരാതന ഇതിഹാസങ്ങളിൽ നിന്നും നാടോടി കഥകളിൽ നിന്നും നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഉള്ളടക്കത്തിലേക്കുള്ള പരിണാമത്തെയാണ് ഇന്ത്യ ആഘോഷിക്കുന്നത്. ഭരണനിർവഹണ വാണിജ്യ മേഖലകളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദഗ്ധർ ഒരുമിക്കുന്ന വർണ്ണപ്പകിട്ടാർന്ന മഹാമേളയാണിത്. ഉയർന്ന നിലവാരത്തിൽ ശ്രവ്യ ദൃശ്യ വിസ്മയം തീർക്കുന്ന രാജ്യാന്തര വേദി. വ്യവസായ മേഖലയിലെ പ്രൊഫഷണലുകൾ, നിക്ഷേപകർ, നിർമ്മാതാക്കൾ, നൂതനാശയ നൈപുണ്യമുള്ളവർ തുടങ്ങിയവരെ മാധ്യമ വിനോദ മേഖലയുമായി ബന്ധിപ്പിക്കാനും സഹകരിച്ച് പ്രവർത്തിക്കാനും ഉച്ചകോടി വേദിയൊരുക്കും. ആശയങ്ങളുടെ രചന, ബൗദ്ധിക സ്വത്തവകാശം, സാങ്കേതിക നൂതനാശയങ്ങൾ എന്നിവയ്ക്കുള്ള ശക്തമായ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സൃഷ്ടിപരമായ മേന്മ വർദ്ധിപ്പിക്കാനും വേവ്സ് ലക്ഷ്യമിടുന്നു. പ്രക്ഷേപണം, അച്ചടി മാധ്യമം, ടെലിവിഷൻ, റേഡിയോ, ചലച്ചിത്രം, ആനിമേഷൻ, വിഷ്വൽ ഇഫക്റ്റുകൾ, ഗെയിമിംഗ്, കോമിക്സ്, ശബ്ദ സംഗീത വിന്യാസം, പരസ്യകല, സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വേവ്സ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിനോദ വ്യവസായ മേഖലകളാണ്. പുതുതായി രൂപം കൊള്ളുന്ന സാങ്കേതിക വിദ്യകൾ, വൈവിധ്യമാർന്ന ഉള്ളടക്കങ്ങൾ, വികസിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര മാതൃകകൾ എന്നിവയുൾപ്പെടെ മാധ്യമ വിനോദ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഉച്ചകോടിയുടെ ഭാഗമാകും. മാധ്യമ വിനോദ മേഖലയിൽ നിക്ഷേപത്തിനുള്ള അവസരങ്ങളും വേവ്സ് പുറത്തുകൊണ്ടുവരും. ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി ഇന്ത്യയുടെ സർഗാത്മക വൈദഗ്ധ്യത്തിന് പുതിയ ആഗോളമാനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ കാലാതീതമായ പാരമ്പര്യത്തെ സമകാലിക സർഗാത്മകതയുമായി ബന്ധിപ്പിക്കാനുള്ള അവസരമാണിത്. കഴിഞ്ഞ ഡിസംബറിൽ മൻ കി ബാത്ത് പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേവ്സ് ഉച്ചകോടി പ്രഖ്യാപിച്ചത്. ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഇന്ത്യയിൽ നിർമ്മിക്കുക, ലോകത്തിനായി നിർമ്മിക്കുക എന്നതാണ് കാഴ്ചപ്പാട്. ആഗോള നേതാക്കൾ, പ്രമുഖ വ്യക്തികൾ, വ്യവസായ പ്രതിനിധികൾ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. $1 ബില്യൺ ഫണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. മുംബൈയിലെ ഗൊരേഗാവിലുള്ള ഫിലിം സിറ്റിക്ക് സമീപം ആദ്യത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരുത്തുറ്റ പ്രതിഭാനിര, സൃഷ്ടാക്കൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കഥാകഥനം നടത്തുന്നവരുടെ ശാക്തീകരണം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ക്രിയേറ്റ് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ആഗോള സഹകരണത്തിനുള്ള അവസരങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം ഉള്ളടക്ക സൃഷ്ടിക്കും നിക്ഷേപത്തിനുമുള്ള പ്രധാന ലക്ഷ്യസ്ഥാനമാക്കി രാജ്യത്തെ മാറ്റും. ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചുകളിലൂടെ 725 മുൻനിര പ്രതിഭാശാലികളെ ഉച്ചകോടി ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ രംഗങ്ങളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ആഗോളതലത്തിലെ പ്രതിഭകളെ ഉയർത്തിക്കാട്ടി അനിമേഷൻ ഫിലിം നിർമ്മാണ മത്സരത്തിന്റെ 2ാം റൌണ്ടിലേക്ക് 78 പേർ മുന്നേറിയിട്ടുണ്ട്. 19 അന്താരാഷ്ട്ര മത്സരാർത്ഥികൾ ഉൾപ്പെടെ 1290 പേർ എൻട്രികൾ സമർപ്പിച്ചിരുന്നു. വിജയം നേടുന്ന മികച്ച 3 പ്രോജക്റ്റുകൾക്ക് 5 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. മികച്ച സൃഷ്ടാക്കളെ മുംബൈയിലേക്ക് ക്ഷണിക്കും.
ലോകമെമ്പാടുമുള്ള നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, വിതരണക്കാർ, നിക്ഷേപകർ എന്നിവർക്ക് മുന്നിൽ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കുന്നതിന് അവസരം ലഭിക്കും. ഫൈനലിസ്റ്റുകളെ ഏപ്രിൽ 10 മുൻപ് പ്രഖ്യാപിക്കും. റീൽസ് നിർമ്മാണ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യയ്ക്ക് പുറമെ 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുമായി 3379 രജിസ്ട്രേഷനുകൾ ലഭിച്ചു. രാജ്യത്തിന്റെ പരമ്പരാഗത സംഗീത പൈതൃകത്തെ ആഘോഷിക്കുന്ന വാഹ് ഉസ്താദ്, ആധുനിക ആഗോള സംഗീത പ്രവണതകളെ പ്രതിഫലിപ്പിക്കുന്ന റെസൊനേറ്റ് ദ EDM ചലഞ്ച്, ഇന്ത്യയുടെ മഹത്തായ തുണിത്തരമായ ഖാദിയെ ആഗോള സുസ്ഥിര ഫാഷൻ പ്രതീകമായി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന മേക്ക് ദി വേൾഡ് വെയർ ഖാദി എന്നീ 3 മത്സരങ്ങൾ ഇന്ത്യൻ പൈതൃകത്തിന് തിളക്കം നൽകും. ഇലക്ട്രോണിക് സംഗീത കലാകാരന്മാർക്കും DJമാർക്കും നിർമ്മാതാക്കൾക്കും കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും മികവ് തെളിയിക്കുന്നതിനും വേവ്സ് ഉച്ചകോടിയിൽ അവസരമുണ്ടാകും. ഇന്ത്യൻ സംഗീത വ്യവസായ മേഖലയുമായി സഹകരിച്ചാണ് ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചലഞ്ചിന്റെ ഭാഗമായി റെസൊനേറ്റ് ദ EDM ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് സൃഷ്ടിക്കുന്നതിലും നിർമ്മിക്കുന്നതിലും മുൻപരിചയമുള്ള കലാകാരന്മാർ, സംഗീത സംവിധായകർ, സംഗീതജ്ഞർ എന്നിവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും. EDM ചലഞ്ചിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ മാർച്ച് 31 വരെ നീട്ടിയിട്ടുണ്ട്. യൂട്യൂബ് ഷോർട്സ് നിർമ്മിച്ച് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരവുമുണ്ട്. ചലഞ്ചിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ ഇന്ത്യയുടെ സർഗാത്മക മേഖലയിലെ കലാകാരന്മാരുമായും പ്രമുഖ നിർമ്മാതാക്കളുമായും സഹകരിക്കാനും ബന്ധം സ്ഥാപിക്കാനും ഫൈനലിസ്റ്റുകൾക്ക് അവസരം ലഭിക്കും. വേവ്സ് കോമിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ 76 പേരാണ് ഇടം നേടിയത്. ഇന്ത്യയുടെ സർഗാത്മക പ്രതിഭാശാലികളെ അന്താരാഷ്ട്ര വിപണികളുമായി ബന്ധിപ്പിക്കുന്നതിന് വേവ്സ് ബസാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഈ വേദി അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാനും പ്രാപ്തമാക്കുന്നു. സിനിമ, TV, സംഗീതം, സ്പോർട്സ്, ആനിമേഷൻ, വിഷ്വൽ ഇഫക്റ്റുകൾ, ഗെയിമിംഗ്, കോമിക്സ് തുടങ്ങിയ വിവിധ വിനോദ മേഖലകളിൽ നിന്നുള്ളവരെ ഒന്നിപ്പിക്കുന്ന ഒരു ആഗോള വിപണിയാണ് വേവ്സ് ബസാർ. സൃഷ്ടിപരമായ വിവിധ മേഖലകളിലെ മികവിനെ ആഘോഷിക്കുന്ന വേവ്സ് അവാർഡുകളിൽ ഗെയിം ഓഫ് ദി ഇയർ, ഫിലിം ഓഫ് ദി ഇയർ, അഡ്വർടൈസിംഗ് ക്യാമ്പയിൻ ഓഫ് ദി ഇയർ തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ബെർലിൻ ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വേവ്സ് ഔട്ട്റീച്ച് പരിപാടിയിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാക്കളുമായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തി. മാധ്യമ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ഉന്നതതല സംഘം UAE സന്ദർശിച്ചിരുന്നു. മാധ്യമ വിനോദ മേഖലയിലെ സംയുക്ത സംരംഭങ്ങൾക്കുള്ള അവസരങ്ങൾ 100-ലധികം അംബാസിഡർമാരും ഹൈക്കമ്മീഷണർമാരും ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. വേവ്സിലെ ഏറ്റവും വിപ്ലവകരമായ സംരംഭങ്ങളിലൊന്നാണ് വേവ് എക്സിലറേറ്റർ എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. അടുത്ത ദശകത്തിലെ വിനോദ ബിസിനസ്സുകൾ രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദനിലൂടെ ചിക്കാഗോ ലോക സമ്മേളനത്തിന്റെ വേദിയിൽ തിളങ്ങിയ നമ്മുടെ സമ്പന്നമായ സംസ്കാരം ഇന്ന് സർഗാത്മകത, സാംസ്കാരിക പൈതൃകം, യോഗ, ആയുർവേദം തുടങ്ങിയവയിലൂടെ ആഗോള വേദിയിൽ പ്രതിധ്വനിപ്പിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് വേവ്സ് ഉച്ചകോടി അവലോകനം ചെയ്ത കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയിലെ സിനിമ, ഡിജിറ്റൽ ലോകം, ഉള്ളടക്ക വിപ്ലവം, IT വ്യവസായം, ആഗോള ശേഷി കേന്ദ്രങ്ങൾ എന്നിവയുടെ ഒത്തുചേരലാണ് വേവ്സ് ഉച്ചകോടി. ഭാവി സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ആഗോള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓഡിയോ വിഷ്വൽ സഹനിർമ്മാണത്തിനുമുള്ള ആകർഷക കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുന്നതിനും ഉച്ചകോടി അവസരമൊരുക്കും. ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് വ്യവസായം ചലനാത്മകമാണ്. 2030 ആകുമ്പോഴേക്കും ആഗോള മാധ്യമ വിനോദ വ്യവസായം $3 ട്രില്യൺ മൂല്യത്തിലേക്ക് നീങ്ങുമ്പോൾ വിനോദ നിർമ്മാണം, നയം, നിക്ഷേപം എന്നിവയിൽ രാജ്യം മുൻനിരയിൽ എത്തിച്ചേരും. ഗണ്യമായ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം വിനോദവും വിദ്യാഭ്യാസവും അത് വാഗ്ദാനം ചെയ്യുന്നു. ആഗോള മാധ്യമങ്ങൾക്കും വിനോദ ഐക്യദാർഢ്യത്തിനും വേണ്ടിയുള്ള ഒരു ക്രിയാത്മക രൂപരേഖ വേവ്സ് പ്രഖ്യാപിക്കും. നിർണായകമായ വ്യവസായ പ്രവണതകളും പുതിയ സാധ്യതകളും പ്രഖ്യാപനത്തിലെ പ്രധാന ഉള്ളടക്കമായിരിക്കും. സാങ്കേതിക വിദ്യയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ലഭിക്കുന്ന അതേ പ്രാധാന്യം ഓറഞ്ച് സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്ന സമ്പന്നമായ കലയ്ക്കും സംസ്കാരത്തിനും ലഭിക്കുന്നു എന്നതാണ് വേവ്സ് ഉച്ചകോടിയെ അവിസ്മരണീയമാക്കുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.